presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE, Bima Jewels, Pankaja Kasturi Ortho Herb And and Kerala Bank. ആ കുക്ക് ചെയ്യണ്ടേ വേണ്ടേ താല്പര്യമില്ലേ വേണം ഞങ്ങൾ കുക്ക് ചെയ്യാനുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം രണ്ടുപേരും ഓൾറെഡി കുക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കി രണ്ടുപേരും കുക്ക് ചെയ്യണം ഇത് ടാലി ആവുള്ളൂ അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടി ഒക്കെ മാറ്റി വെച്ചിട്ട് കുക്കിങ്ങിലേക്ക് കടക്കാം Yes, yes. ഹലോ നമസ്കാരം, സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അതെ വീണ്ടും സ്വാഗതം. അപ്പൊ ഞങ്ങൾ പിന്നെ വന്നു. നവീൻ ബീന ആന്റണി അല്ലേ, നവീൻ അറക്കലും ബീന ആന്റണി combo. അതെ, യെസ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് വേറൊന്നുമല്ല ഗൈസ്, ഹെൽത്തിയാണ്. നമുക്ക് ഹെൽത്തി നമ്മളെപ്പോഴും ഹെൽത്ത് വിട്ടുള്ള ഒരു പരിപാടിക്ക് ഞങ്ങൾ സാലഡ് ആണെങ്കിൽ കൂടെ ഞങ്ങൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ സാലഡിന്റെ സാധനങ്ങൾ എന്ന് വെച്ചാൽ ചിക്കൻ മസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് പ്രോട്ടീൻ വിട്ടുള്ള ഒരു കളിയില്ല. കാരണം ഇവന്റെ മസിൽസ് ഒക്കെ കണ്ടതാ. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രോട്ടീൻ വേണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രോട്ടീൻ മസ്റ്റ് ആണ്. അപ്പൊ പ്രോട്ടീൻ ഞങ്ങൾ ചിക്കൻ എടുത്തിരിക്കുന്നു. പിന്നെ ബാക്കി നിസ്സാര ഐറ്റംസ് ഉള്ളൂ. വളരെ ഈ സാലഡിന്റെ പ്രത്യേകത നമ്മൾ ഏറ്റവും വളരെ കുറച്ച് ഐറ്റംസ് മാത്രം എടുത്തിട്ടുള്ളത്. ഒരു 10, 18, 19, 20 ഐറ്റം മാത്രം. വെരി ഈസി. അതെ, വളരെ കുറച്ച് സാധനം, പക്ഷേ ഹെൽത്തി ആയിരിക്കും. അത് ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന്റെ പേരാണ് ചിക്കൻ ഹെൽത്തി ചിക്കൻ സാലഡ്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ ചിക്കനെ ഞാൻ ഒന്ന് മാരിനേറ്റ്, ടൈം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതിനുവേണ്ടി സാധനങ്ങളൊന്നും ഞാൻ പറഞ്ഞേക്കാം. ചിക്കന് നല്ല ബ്രസ്റ്റ് പീസ് കിട്ടി. അതിനെ ഫോർക്ക് വെച്ച് ഞാൻ ഒന്ന് കുത്തി അല്ലെ, നവീനാണ് കുത്തി റെഡിയാക്കിയൊക്കെ തന്നു. അതിനകത്തേക്ക് നമ്മൾ ഉപ്പും പെപ്പറും പെപ്രിക്കയും പിന്നെ ഡ്രൈഡ് ഒറിഗാനോ പിന്നെ ഗാർലിക് പൗഡറും പിന്നെ ഒലിവ് ഓയിലും കൂടി ചേർത്ത് ഞാൻ നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തവ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക്, കാരണം വേറെ ഒന്നും കുക്കിംഗ് ഇല്ലല്ലോ, സാലഡ് അല്ലേ. അപ്പൊ നമുക്ക് ഐശ്വര്യം എടുത്ത് തുടങ്ങിയാലോ. അപ്പൊ നമുക്ക് ഒലിവ് ഓയിൽ തന്നെ നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. വേറെ ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ വേറെ ഇൻഗ്രീഡിയൻ, പിന്നെ നമുക്ക് ആകെ ലാസ്റ്റത്തെ നമ്മുടെ ഡ്രസ്സിങ്ങിലുള്ള ഒരു ക്രീം ഉണ്ട്, അതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ തന്നെ നമുക്കിതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, കിടന്നോട്ടെ. 2 വലിയ മുട്ടൻ പീസ കിട്ടിയേക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ റെഡിയാക്കി വെച്ചിരുന്ന ഐശ്വര്യമായിട്ട് പീസിനെ അങ്ങോട്ട് എടുത്ത് നോക്കട്ടെ. കാണുമ്പോൾ തന്നെ കൊതിയല്ലേ. ഓക്കെ, ഇതിന് എൻ്റെ ഒന്ന് ഫ്ലെയിം ഒന്ന് ഇത്തിരി കുറച്ചോ നവീൻ, ഒന്ന് ഉള്ളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്തോട്ടെ. ശരിക്കും പറഞ്ഞാലേ ഈ വെളിയിലൊക്കെ എല്ലാവരും 4-5 മിനിറ്റൊക്കെ കുക്ക് ചെയ്യാറുള്ളൂ. ഇത് പെട്ടെന്ന് ചിക്കൻ വേകുമെന്നാണ് പറയുന്നത്, കാരണം അതിനധികം വേവില്ലല്ലോ. ഓക്കെ, വളരെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ സാലഡ്സിനോട് നമ്മൾ കൂടുതൽ ഞാൻ എപ്പോഴും ചിന്തിക്കും. ഇപ്പോൾ പുറത്ത് നമ്മൾക്ക് ഇന്ത്യക്ക് പുറത്ത് പോകണമെങ്കിൽ അവിടെ എല്ലാം സാലഡ്സ് ഭയങ്കര ഞാനും എന്തറിയാമോ, അതെ, ഞാൻ ഫംഗ്ഷന് പോയാൽ ഇപ്പൊ നമ്മൾ വലിയൊരു കല്യാണങ്ങൾക്ക് പോയി ഞാൻ ആദ്യം നോക്കണ സാലഡിന്റെ കണ്ടാണ്. എന്തൊക്കെ വെറൈറ്റി, എനിക്ക് സാലഡ്സ് ഭയങ്കര. പക്ഷെ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് കുറച്ച് തടി മറ്റേ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇപ്പം എല്ലാവരും അതെ, നമ്മൾ ഇൻസ്റ്റാ തുറന്ന സാലഡ്സിന്റെ വെറൈറ്റി ഞാൻ മിക്കപ്പോഴും വീട്ടിൽ സാലഡ്സ് ഉണ്ടാക്കും. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ട്രൈ ചെയ്യുന്ന വെച്ചാൽ ബാക്കി എല്ലാ സാലഡ്സും ഞാൻ എല്ലാത്തും, പക്ഷേ ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് എൻ്റെ പുതിയതാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ട നല്ല വ്യൂസ് ഉള്ള ഒരു ഇത് ഞാൻ നോക്കിയിട്ട് അത് ഞാൻ ട്രൈ ചെയ്യണം. കാരണം സെലക്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോന്നി, ഭയങ്കര റിവ്യൂസും കണ്ടപ്പോൾ ഞാൻ അത് ഇന്ന് ട്രൈ ചെയ്യണം. ബാക്കി ഒരുപാട് സാലഡ്സ് വീട്ടിലുണ്ടാക്കാറില്ലേ ഞാനും. അത് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടാണെങ്കിലും പിന്നെ ഞാൻ ബ്രോക്കോളിയും ബാക്കി സാധനം ക്യാരറ്റ് സാലഡ്, വെജിറ്റബിൾ സാലഡ്, മിക്സ് സാലഡ്, ചിക്കൻ സാലഡ്, യെസ്, അങ്ങനെ വെറൈറ്റി സാലഡ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, എല്ലാ സാധനങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് ഒറ്റപ്പിടുത്തം മിക്സിങ് കഴിഞ്ഞു, നമ്മുടെ സാലഡ് റെഡി. ഒരുപാട് ഡീപ് ഫ്രൈ ആവരുത്. അതെ, നമുക്ക് ചിക്കൻ്റെ അറിയാലോ, ഒരു ചെറിയ ഒരു സമയത്തിന്റെ കുക്കിംഗ് ഉള്ളൂ. പിന്നെ ഈ ചിക്കൻ ബ്രസ്റ്റ് ആകുമ്പോൾ നമുക്ക് അധികം സമയം വേണ്ട, വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐറ്റം സെറ്റായി വരുന്നുണ്ട്. ചിക്കൻ കുറച്ച് കട്ടിയുള്ള ചിക്കൻ ബ്രസ്റ്റ് പീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സാധാരണ നമുക്ക് കിട്ടുമ്പോൾ ഒരു ചെറിയ വലിയ മന്ദം കോഴിയായിരുന്നു, ഏതോ ജിമ്മനായിട്ടുള്ള കോഴിയായിരുന്നു.
നവീന ഇറക്കലിനെ പോലത്തെ ഏതോ കോഴിയാണ്. ആ കോഴിയല്ല, ഗൈസ് ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ആ കോഴിയല്ല, ഒരിക്കലുമല്ല. അല്ല, വേറെ കോഴി, വേറെ വേറെ വേറെ. അറിയാണ്ട് അങ്ങനെ വന്നു പോയില്ലേ? ഒരു കുഴപ്പമില്ല. അതിന്റെ ഇടയിൽ കൂടി വീണ്ടും ഓൾറെഡി അത് പറഞ്ഞു, അത് വീണ്ടും വീണ്ടും എന്നെ കുത്തി- എന്നെ എന്നെ കുത്തി കുത്തി നോവിച്ചോണ്ടിരിക്കുന്നു. പ്രേക്ഷകർ ശ്രദ്ധിക്കൂ. അപ്പൊ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്തോണ്ട് നല്ല സ്മെല്ല് വരുന്നില്ലേ? ഒരു ഡ്രൈഡ് ഒറിഗാനോന്റെയും പിന്നെ മറ്റേ പെപ്രിക്കയും അതിന്റെ ഒക്കെ സ്മെല്ല്, ഈ ഗാർലിക്കിന്റെ ഒക്കെ സ്മെല്ല്, നല്ല ചിക്കൻ്റെ ആ സ്മെല്ല് വരുന്നുണ്ടോ? നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഓഫ് ചെയ്യാം. പിന്നെന്താ ഓഫ് ചെയ്ത് നമുക്കിനി ഇതിനൊന്ന് ഇത് ചെയ്തെടുക്കണം, സ്ലൈസ് ചെയ്തെടുക്കണ്ടേ? അവിടെ എന്തോ കാര്യമായിട്ടുണ്ട് കേട്ടോ. ആ വന്നോ നമ്മുടെ കുട്ടികൾ എവിടെ? ഷവായി അല്ല ഷവായി ഒറ്റ കുത്തി പോടുന്നു സാലഡ് സമയത്ത് ഷവായി. ഇത് ഹെൽത്തി ചിക്കൻ സാലഡ്. ഒരു പരിപാടിക്ക് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യാനാണോ ഈ കഷ്ടപ്പെടുന്നേ? ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് കട്ട് ചെയ്യേ. അല്ല കട്ട് ചെയ്യുന്ന നല്ല തിളച്ചിരിക്കുന്ന നല്ല ചൂടാണ് മോളെ, അതുകൊണ്ടാണ്. ഇതിങ്ങനെ പിടിക്കാം, ഇങ്ങനെ കട്ട് ചെയ്യാം. വാവ്, ദേ കണ്ട അത് കൊളോക്കി. അയ്യോ അത്ര വലിയ പീസ് പറ്റില്ല. ഇനി അത് ഇതാക്കി ആണടി ചൂട് കണ്ടോ, നീ വരുന്നുണ്ടോ? ആവി വരുന്നുണ്ടോ? നിങ്ങളെ ഞാൻ അല്ല ഞാൻ പറഞ്ഞതേ വേണ്ട, ഞാൻ എല്ലായിടത്തും താല്പര്യമില്ല. കൊളോക്കാനുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ ഇത് ഇതായിട്ടുണ്ടോ? ഏത് പാചകം ചേട്ടാ കിടുക്കനായിട്ടുണ്ട്. അല്ല കഴിക്കുന്ന കഴിച്ചു നോക്കിക്കോ. അല്ല ഇതിനെടുത്തോ ചിക്കന്റെ ആ പീസിന്റെ ടേസ്റ്റ് എങ്ങനെ പെപ്രിക്കയും സാധനങ്ങളൊക്കെ ഇട്ട് കുക്ക് ചെയ്ത ചിക്കൻ. നോ നോ ഒന്നും പറയരുത്. കുറ്റം കയ്യിൽ കത്തിയാണ് ഇരിക്കണേട്ടാ, കുത്തും ഞാൻ. സൂപ്പർ ആണാ? ഇനി കുറെ സാധനങ്ങൾ ക്രീമൊക്കെ ചേരാനുണ്ട്. ഇനി തരൂല, വിട്ടോ. അനീഷേട്ടാ നിങ്ങൾ ഇതുപോലെ കാണുന്നുണ്ട്, ഇത് നോക്കിയേ. രണ്ടുപേരും വന്ന കാര്യം നടത്തിട്ട് പോവച്ചേ, വന്ന കാര്യം നടത്തിട്ട് പോ. ചേച്ചി എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ കൊടുത്തു. ബ്ലൂബെറി കറക്റ്റ്, ബെറിയാണ്. ബ്ലൂ അത് ഞാൻ പറയുന്നത്. നോക്ക് ഒന്നുകൂടെ പറഞ്ഞേ. ബെറീസ്. ആ പറയല്ല, ഒരു ബെറി തെറിച്ചിങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഞാനിനി ഞങ്ങളുടെ മെയിൻ കാര്യം പറയട്ടെ. ഇത് കാണുമ്പോ തന്നെ ഭയങ്കര രസമുണ്ട്. അതാണ് ഞാൻ കലാപരമായിട്ടാണ് ഇതങ്ങനെ വെറുതെ അതിന്റേതായ ഒരു അല്ല പ്രേക്ഷകർ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? മീന ചേച്ചിന്റെ നവീൻ ചേട്ടന്റെ കുക്കിംഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ, താങ്ക് യു. ഇതാണ് ഇവിടെ അപ്പുറത്തും പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞോ? അല്ല അവിടെയും പറയുന്നുണ്ട്. അതെയോ? അങ്ങനെ എല്ലാരും പറയരുത്. ഞാൻ ചോദിക്കണേ, ഇതിന്റെ പേരെന്നോട് പറയൂ. ഇതിന്റെ ഇത് ഈ സാലഡിന്റെ പേര് ഞാൻ ഹെൽത്തി ചിക്കൻ സാലഡ് ബയോട്ടിക്. അവന്റെ അല്ല അത് എല്ലാത്തിനും അത് മാർക്ക് കളയാൻ വേണ്ടി അവൻ ഇടുന്നതാണ്. ഞാൻ അവിടെ പറയില്ല ഒരിക്കലും, നമ്മുടെ ഷെഫിന് മുമ്പിൽ ഞാൻ പറയില്ലത്. ഞാൻ പോയിട്ടാ സെലറി സ്റ്റോക്സ് ആണ്. സെലറി സ്റ്റോക്സ്, മറ്റേ ലെറ്റ്യൂസ്, പിന്നെ എല്ലാം ഹെൽത്തി. ക്രഷ്ഡ് ആൽമണ്ട്സ്, ചിക്കൻ, ഗ്രീൻ ആപ്പിൾ, റൈസിൻസ്, പിന്നെ ബാക്കി ഇനി മയോണൈസ് എന്ന് വെച്ചാൽ അത് പ്രത്യേകമുണ്ട്. ആ മയോണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള, അപ്പൊ അതുകൊണ്ട് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്രീക്ക് യോഗട്ടും മറ്റേ മയോണൈസും രണ്ട്. എന്തായാലും എല്ലാം കൂടി നന്നായി വരും. ഓക്കെ, അപ്പൊ എല്ലാം നന്നായി വരട്ടെ. ഓക്കെ, താങ്ക് യു. ഞങ്ങള് അപ്പുറത്തെ അയലോകത്ത് നിന്ന് പോയിട്ട് ഇൻഷാല്ലാ പൊടിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ഇവിടെ കാര്യങ്ങളൊന്നും അവിടെ പറയാൻ നിൽക്കരുത്. ബൈ. ഓക്കെ, ബൈയുടെ ചക്കരകളെ കാണാം. ഞങ്ങളുടെ സാലഡ് റെഡിയാണ്. പിന്നെ ആ നമ്മുടെ ഡ്രസ്സിംഗ് ഇല്ലേ, അതങ്ങോട്ട് ക്രീം ഇത് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, യെസ്, മാരിനേഷനൊക്കെ നമ്മുടെ ഇതിനകത്തേക്ക് എനിക്ക് നമുക്കത് ഇടാൻ പോവാണേ. കണ്ടോ, 3 സ്പൂൺ ഇടണം. ഇതെല്ലാം ഫാറ്റ് ഫ്രീ ആണ്. അപ്പോൾ ലോ ഫാറ്റ്, ഏറ്റവും ലോ ഫാറ്റിൽ എടുത്തിരിക്കുന്നത്. നല്ലതാണ്. അതുപോലെ മസ്റ്റർഡിന്റെ അതൊരു കുറച്ച് വളരെ ഇതിന് കുത്തലുണ്ടാവും, അതാണ് വളരെ ഓക്കെ. 1/4 ടീസ്പൂൺ. പിന്നെ പെപ്പർ, നമ്മൾ ആവശ്യത്തിന് പെപ്പർ. ഓക്കെ, സോൾട്ട്, പിഞ്ച് സോൾട്ട്,
സോൾട്ട്. പിന്നെ മെയിൻ നമ്മുടെ നാരങ്ങ, ഇവിടെ നാരങ്ങ നീര്, നാരങ്ങ നീര് കേട്ടോ. നാരങ്ങ നീര് ചേർക്കണേ, മറക്കരുത്. ഓക്കെ, ഇനി ഒരു മിക്സ്, അതിനൊന്ന് നല്ല മിക്സ് ചെയ്തിട്ട് സെറ്റ് ആക്കി. ഓ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങളും അങ്ങോട്ട് തട്ടിയാൽ മതി. ഓക്കെ, ആദ്യം നമ്മൾ ഓണിയൻ ഇടുന്നു, റൈസിൻസ് ഇടുന്നു, ഗ്രീൻ ആപ്പിൾ ഇടുന്നു, ചിക്കൻ ഇടുന്നു, ബദാം പൊടിച്ചത്, അപ്പം നമ്മുടെ ഇതേ സംഭവം കഴിഞ്ഞു കേട്ടോ. ഇനി ക്രീമിലൊന്ന് ഇതൊന്ന് അങ്ങോട്ട് പുരട്ടിയെടുത്ത ഓക്കെ. നമ്മുടെ ഹെൽത്തി സാലഡ് റെഡി. ചിക്കൻ സാലഡ്. ചിക്കൻ സാലഡ് ഭയങ്കര ഹെൽത്തി എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ, ബദാം, റൈസിൻസ്, പിന്നെ ലെറ്റ്യൂസ്, അങ്ങനെ ഞാൻ പറയാം. മയോണൈസ് ലോ ഫാറ്റാണ്, പേടിക്കേണ്ട. കുറച്ച് ഇട്ടിട്ടുള്ളൂ, യോഗോട്ടും കുറച്ചിട്ടുള്ളൂ, ഗ്രീഗോട്ടും ആയിട്ട്. ബാക്കി എല്ലാം നമ്മുടെ ഹെൽത്തി സാധനങ്ങളാണ്. അപ്പം എന്താണെന്നറിയില്ല, ഗ്രീൻ ആപ്പിൾ ഉണ്ട്. ഞങ്ങൾ എന്തുണ്ടാക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുള്ളൂ. പിന്നെ ഞങ്ങൾ സ്നേഹം അതിൻ്റെ അകത്ത് പ്രത്യേകം അല്ലേ, ലാലേട്ടൻ പറയണ പോലെ സ്നേഹം ഇട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. ഓ വാവ്, ഓ രക്ഷയില്ലടാ നവീനെ. ഒരു മിനിറ്റ് പൊളിച്ചടാ, പൊളി അങ്ങോട്ട് വെക്ക്. രക്ഷയില്ലാത്ത ടേസ്റ്റ് ഇടാ. എന്താ ചെയ്യാ, ബാക്കിയുള്ളത് എനിക്ക് ഒത്തിരി പിന്നെന്താ. ആദ്യം നമ്മുടെ കാര്യങ്ങൾ അവിടെ സെറ്റ് ആവട്ടെ. കാണുമ്പോ തന്നെ നല്ല കൊതി വരുന്നുണ്ട്. ഇത് കൊതിയൂറും കഴിക്കാം സാലഡാണ് കേട്ടോ. കിടുക്കാച്ചി ടേസ്റ്റ്. എങ്ങനെയുണ്ടോ അല്ലേ? ഭയങ്കര. ഞാൻ സത്യം ഇത് ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ ചെയ്യാത്ത സാധനമാണ്. പക്ഷെ സത്യം ഗൈസ്, ഇത് ചെയ്യണോട്ടോ എല്ലാവരും. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം ടേസ്റ്റി സാധനങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഒന്നും കൂടി വെക്കണോ? എന്നിട്ട് ഒരു രക്ഷയില്ലാട്ടാ. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. അതെ, എന്നിട്ട് കമന്റ് ചെയ്യണം, മറക്കരുത്. അതെ, വെരി ടേസ്റ്റി. ഓ, അങ്ങനെ നമ്മുടെ ഹെൽത്തി ചിക്കൻ സാലഡ് റെഡി. വെരി ടേസ്റ്റി, യമ്മി, ടേസ്റ്റി, ഭയങ്കര ഹെൽത്തി, ഡെലീഷ്യസ്, ന്യൂട്രീഷ്യസ് എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ഷെഫ് നോക്കിയിട്ട് പറയട്ടെ. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സത്യം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു പരീക്ഷണമായിരുന്നു. കാരണം ഈ ഒരു മിക്സ് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. പക്ഷേ പൊളി. ശങ്കുരു, ഇനി നമുക്ക് പൊളിയാം. ഇവിടെ സക്സസ് ആണ്. ബാക്കി ഷെഫിന്റെ അടുത്ത് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയണം കേട്ടോ. ഒപ്പീനിയൻ വേണം, കമന്റ് ചെയ്യണേ, മറക്കരുത്. കാണാം. ഓക്കെ, ബൈ. Milma presents Fira Food Celebrity Kitchen Magic Season 3, powered by Amritaveni, KSFE, Bima Jewels, Pankaj Kasturi, Ortho Herb and Kerala Bank. ബെനച്ചി നവീനും ദാ സാലഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞു. അതെ, അത് അങ്ങനെയല്ല പറയണ്ട, ഹെൽത്തി ചിക്കൻ സാലഡ്. അതൊരു നവീൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഇപ്പൊ വെയിറ്റ് ഒന്ന് കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു. എന്റെ വെയിറ്റ് ചിക്കൻ കഴിച്ച് കുറച്ചു. ചിക്കനാണ് കൂടുതൽ കഴിക്കുന്നത്. ചിക്കൻ എഗ്സ് കഴിക്കുന്നത്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ ജങ്ക് ഫുഡ് ഒരിടക്ക് ജങ്ക് ഫുഡ് ആയിരുന്നു. അപ്പോൾ വെയിറ്റ് കുറച്ചൊരു 5 kg ഇപ്പൊ കുറഞ്ഞു. എത്ര കിലോ ഉണ്ട് ഇപ്പൊ 85. 90 ഉണ്ടായിരുന്ന. അതെ, എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇതിനെ ഹെൽത്തി ചിക്കൻ സാലഡ് എന്ന് വിളിച്ചത്? ചിക്കൻ ഈസ് ഓൾവേസ് ഹെൽത്തി.
unfortunately എപ്പോഴും ഓടി forgetfully- നടക്കും. ചിക്കൻ എപ്പോഴും ഓടി നടക്കും. നല്ല ഹെൽത്തിയാണ്. അതിനെ വെട്ടിയിട്ട് നമ്മൾ സാലഡ് ആക്കും. ഹെൽത്തി സാലഡ്സ് എപ്പോഴും ഹെൽത്തി അല്ലേ? അല്ല പിന്നെ ഹെൽത്തി എന്ന് വിളിച്ചെന്താണ്? ഹെൽത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് മയോണൈസും ഗ്രീക്ക് ഗ്രീക്ക് യോഗട്ട് ഉപയോഗിച്ചെങ്കിലും അതും 0 കാലറി ഭയങ്കര കുറഞ്ഞിട്ടുള്ളതാണ് ഉപയോഗിച്ചത്. എഗ്ലെസ് മയണൈസ് ആണോ യൂസ്? അതെ 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 അതെ. അപ്പൊ അത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇതല്ലല്ലോ. അങ്ങനെയൊക്കെ ഒന്നിന്റെ കൂടെ ഒരു തള്ളും കൂടെ. അങ്ങനെയല്ല അനീഷേട്ടാ, ഒരുപാട് കാലറീസ് ആഡ് ചെയ്യണ്ടല്ല. ഇത് എത്ര കാലറി ആണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്? അയ്യോ, അതിനെ കുറിച്ച് എനിക്ക് അപ്പോൾ ഈ സാലഡ് ഒരു പോർഷൻ എത്രയായിട്ടാ കഴിക്കേണ്ടത്? അതും അറിയില്ല. ഹെൽത്തി ചിക്കൻ സാലഡ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചോദിച്ചത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. ഇത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യുസീനെ ബേസ് ചെയ്തിട്ടാണോ? അതായത് ഇത് ഇറ്റാലിയൻ സാലഡാണോ? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാലഡ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു സാലഡ് ഞാൻ ഉണ്ടാക്കാത്തതായിട്ട് കണ്ടു. അതിനകത്ത് വൃത്തിയൊന്നുമില്ല, ഹെൽത്തി ചിക്കൻ സാലഡ് മാത്രമേ ഇത്. പക്ഷെ നല്ല മില്യൺ വ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി ഒരു സാലഡ് നമ്മൾ ഡ്രസ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഫ്രഷ്നെസ് ലൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങളും കഴിവതും ആഡ് ചെയ്യാതെ നോക്കണം. നമ്മൾ ചിക്കൻ സാലഡ് കഴിക്കുമ്പം നമുക്ക് എപ്പോഴും ഓവർ പവർ ചെയ്ത് നിൽക്കേണ്ടതില്ല. നമ്മൾ വായിൽ നിൽക്കേണ്ട ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ സാലഡ് എന്നാണ് വിളിച്ചത്. ഇതിപ്പോൾ സെലറി കയറി കടിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷ് സാലഡോ ഒരു ഇറ്റാലിയൻ സാലഡോ ഒക്കെ ബേസിക്കലി ചെയ്യുമ്പം ആദ്യം അവോയ്ഡ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് അണിയൻസ്. കാരണം ഇംഗ്ലീഷുകാർ പൊതുവേ ബേസിക്കലി നാപ്കിൻ ഉപയോഗിച്ചാണ് പോകുന്നത്. ഒരു പ്രത്യേകിച്ച് എപ്പോഴും വാ കഴുകുക അങ്ങനെയുള്ള പ്രത്യേകതകളില്ല. അപ്പോൾ അവർക്ക് സ്റ്റിങ്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അവരുടെ ഫുഡ് എപ്പോഴും ലൈറ്റായിരിക്കും. പക്ഷെ ഇതിൽ ഈ സാധനങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞ അപ്പോൾ നമ്മളൊരു ചിക്കൻ സാലഡ് ചെയ്യുമ്പം നമുക്ക് മില്യൺ വ്യൂസ് ഉണ്ട്, എല്ലാം കറക്റ്റായിരിക്കാം. നമ്മൾ സാലഡ് പ്രസൻറ്റ് ചെയ്യുമ്പം അത് കഴിക്കുന്ന ആൾക്ക് വായിൽ നിൽക്കേണ്ടത് ബേസിക്കലി നിൽക്കേണ്ടത് ആ ചിക്കൻ്റെ. പിന്നെ അതിനെ നമുക്ക് ക്രീമി ചെയ്യാം. ഒരു ഹെൽത്തി ബേസ് ചെയ്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും ആ ചിക്കൻ ആ സാലഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ മൗത്ത് സ്റ്റിങ്ക് ചെയ്യാതെ കഴിവതും നോക്കേണ്ട രീതിയിൽ സാലഡ് പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും. കൊള്ളാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Milma presents Fira Food Celebrity Kitchen Magic Season 3, powered by Amritaveni, KSFE, Bima Jewels, Pankaj Kasturi, Ortho Herb and Kerala Bank. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്താണ് നീ എൻ്റെ കൂടെ പറയാതെ? ഇല്ല, അതുകൊണ്ട് ടൈം തെറ്റിയതുകൊണ്ടാണ് രണ്ടുപേരും രണ്ടായിട്ട് പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു എനർജൈസിങ് സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ ഒരു എനർജി ഉണ്ടെന്ന് തോന്നുന്നില്ല തുടങ്ങിയപ്പോഴേ. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫ്രൂട്ട് സാലഡാണ്. അതിൻ്റെ പേര് വളരെ ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം തോന്നുന്നു. അതിൽ ചിന്തിക്കുകയും ചെയ്യും എന്തായിരിക്കും സാധനം. നമുക്ക് പേര് പൊട്ടിച്ചാലോ? ട്രോപ്പിക്കൽ ജുവൽ സാലഡ് അല്ലേ? അപ്പോൾ ഇനി അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും ഞങ്ങൾ കാണിച്ചുതരാം. സാധാരണ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങിനകത്ത് ഒരു ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഡിഷ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ആരോഗ്യപരമായിട്ടും അതുപോലെ നമുക്ക് നാവിന് ടേസ്റ്റ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ ജുവൽ സാലഡ്. എന്താണ് ഈ ട്രോപ്പിക്കൽ ജുവൽ സാലഡ്? ഇതിൻ്റെ അകത്ത് നമ്മുടെ ട്രോപ്പിക്കൽ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ജുവൽസ് അല്ലേ, കണ്ണിന് ഭയങ്കര കുളിർമ തരുന്ന, വളരെ ഫ്രഷ്നെസ് ഉള്ള, കണ്ണ് മാത്രമല്ല നമ്മുടെ ബോഡിയെയും നമ്മളെ നറിഷ് ചെയ്യുന്ന, എനർജൈസ് ചെയ്യുന്ന കുറെ ഐറ്റംസ് ആണ് നമ്മുടെ ട്രോപ്പിക്കൽ ജുവൽ സാലഡ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണ് ട്രോപ്പിക്കൽ ജുവലിൽ?
നമ്മുടെ ഫ്രൂട്ട്സിന്റെ രാജാവായ മാംഗോ. പഴുത്ത മാങ്ങ, പഴുത്ത മാങ്ങ, ആപ്പിൾ, ആപ്പിൾ, പൈനാപ്പിൾ. പൈനാപ്പിൾ, ഇതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ആ. ആപ്പിൾ, പൈനാപ്പിൾ, മാംഗോ. മാംഗോ. ഇതാണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് അതിനേക്കാൾ പോംഗ്രാനൈറ്റ്. വലിയൊരു ഇമ്പോർട്ടൻസ് സാധനം ട്രോപ്പിക്കലിന്റെ മെയിൻ സാധനം കരിക്ക്. കരിക്ക്. അതെ, കരിക്ക്, അത് വിട്ടു വരുത്. അത് നമ്മുടെ ട്രോപ്പിക്കൽ സാധനം. Tropical അത് സാധനം. പറഞ്ഞില്ലേ പിന്നെ എന്തോന്നല്ലേ നമ്മുടെ കരിക്ക്. ഇതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ആന്റി ഓക്സിഡന്റ് ചേർന്നിട്ടുണ്ട്. അതുപോലെ വളരെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ബോഡിയെ നറിഷ് ചെയ്യുന്ന. ഇത് മാത്രമല്ല നമ്മുടെ കണ്ണിനും കുളിർമ വരുന്നത്. ഇതിന്റെ ഓരോ കളേഴ്സ് നോക്കിയേ, വൈറ്റ്, പിന്നെ യെല്ലോ, ഗ്രീൻ, അത് കഴിഞ്ഞിട്ട് റെഡ്, എല്ലാം കൂടെ ചേർന്ന കണ്ണിനും അതുപോലെ ബോഡിക്കും നമ്മൾ നറിഷ്മെന്റ് തരുന്ന കുറെ ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നല്ല ഗുഡ് ഫാറ്റ് ആയിട്ടുള്ള നമ്മുടെ നട്ട്സ് ഉണ്ട്. ബദാം, കാഷ്യൂ, പിസ്ത. അതെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യം എന്താ പറയാ ഗുണം തരുന്ന ഒരു സാധനമാണ് നമ്മുടെ ഉണക്കമുന്തിരിക്ക, റൈസൻസ്. അതുകൊണ്ട് അപ്പൊ ഇതിൽ അങ്ങനെ നമുക്ക് വ്യത്യസ്തമായി അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കെമിക്കൽ ചേർന്നതോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നുമില്ല. എല്ലാം പ്യുവർ ഹെർബ്സും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആരോഗ്യപരമായ സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു സാലഡാണ്. ആദ്യം അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കുക്കിംഗ് തുടങ്ങുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കർമ്മം അടുപ്പ് കത്തിക്കലായിരുന്നു. അടുപ്പ് കത്തിക്കൽ പരിപാടിയില്ല. ഓക്കെ, നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. എന്തായാലും ചേച്ചി പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രൂട്ട്സ്, പഴങ്ങളുടെ രാജാവ് മാംഗോ, അവനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഐശ്വര്യ എടുത്താ. ഞാൻ കട്ട് ചെയ്യണോ? ഇല്ല, ഒരു എന്തായാലും തുടങ്ങി വെക്കി. ഇത് സാലഡിനെ കൊണ്ടുവന്ന ആള് ചേച്ചിയാണ്. അതുകൊണ്ട് ചേച്ചി തന്നെ തുടങ്ങട്ടെ. ഐശ്വര്യ. യമുന ചേച്ചി ഇതാ മാംഗോ കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. നമുക്ക് ഈ മാങ്ങാണ്ടി കളയണ്ട, ഞാൻ മാറ്റി വയ്ക്കാം. ഇതൊക്കെ എന്തിനാണ്? സാധനം കഴിക്കാൻ. കുക്കിംഗ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട്, കിച്ചൺ മാജിക് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഈ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് അടുത്ത പേപ്പർ കണ്ടെഴുതൂലേ, അതുപോലെ ഞാൻ ചേച്ചി കട്ട് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്ത് കട്ടർ ബോർഡിൽ നോക്കിയിട്ടാണ് ഇവിടെ കട്ട് ചെയ്തത്. എന്താ സംഭവം എന്ന് പറയാം, നമ്മൾ പല സാധനങ്ങളും മറ്റേ ലഡു ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ജഡ്ജി വന്നിട്ട് പറയും ഇത് ഈവൻ അല്ല. അതെ, അതുപോലെ ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ ഈവൻ അല്ലെന്ന് പറയാൻ പാടില്ല. അതെ, ഇതൊരു മത്സരമായതുകൊണ്ട് നമുക്ക് ആകെ ടെൻഷനാണ്. കട്ടിങ്ങിൽ വരെ ടെൻഷനാണ് എന്നുള്ളതാണ് സത്യം. വീട്ടിലാണെങ്കിൽ കട്ടിങ് ഒക്കെ നമ്മൾ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഇപ്പൊ കട്ട് ചെയ്യുമ്പോൾ പേടിയാ. ഇവിടെ ഇപ്പൊ കത്തി എടുക്കുമ്പോഴേ പേടിയാ. അത് കറക്റ്റ് സൈസ് ആയിരിക്കണം, അളവ്, വലിപ്പം, ഷേപ്പ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഗ്രീൻ ആപ്പിള് ഒരുപാട് ആൻറ്റി ഏജിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന, ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത്. ഈ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ നല്ലൊരു സാധനമാണ്. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഏജിങ്ങിനും ഏറ്റവും നല്ലതാണ്. മറ്റേ നോർമൽ നമ്മുടെ ഓരോന്ന് കഴിക്കണം. ചേച്ചി 10 കഴിക്കുന്നുണ്ടെന്ന് എൻ്റെ തോന്നൽ. എല്ലാവരും എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യത്തിൽ, പക്ഷെ ഞാനൊന്നും ഇങ്ങനെ. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു സുഖമില്ലേ? അല്ല, എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി കൊച്ചായി വരുന്നു, ചേച്ചിയുടെ സ്കിന്ന് ഭയങ്കര അത് ഇത്, ചേച്ചി അപ്പോൾ ഇങ്ങനത്തെ ഭയങ്കര ന്യൂട്രീഷൻ വാല്യൂ ഉള്ള സാധനങ്ങൾ കഴിക്കുന്ന കൊണ്ടാണെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ സത്യസന്ധമായി പറയാം, ഇതൊന്നും ഞാൻ അങ്ങനെ ഡെയിലി കഴിക്കുന്നത്. വല്ലപ്പോഴും കിട്ടിയ പിള്ളേർക്ക് കൊടുക്കും, അവർ വെച്ചിട്ട് പോകുന്ന ബാക്കിയാണ് എല്ലാം ഞാൻ കഴിക്കുന്നത്. സത്യം. അപ്പോൾ അവർ നല്ല അടിപൊളി സാധനം എന്താ കഴിക്കുന്നുണ്ട്, അതിന് ബാക്കി കഴിക്കുന്നുണ്ടാണ് ഇത്. അല്ലല്ല, പക്ഷേ എനിക്ക് ഇതിനകത്ത് ഒരു സാധനം പറയാനുണ്ട്. ഈ മല്ലി, ഉലുവ, ജീരകം, പിന്നെ കുരുമുളക്, വേറെന്തല്ല എന്തുവാ നീ എന്താ പറയാ, ഇതെല്ലാം കൂടി തിളപ്പിച്ച് ഒരു വെള്ളം കുടിക്കുന്നുണ്ട്. ഇഞ്ചി അത് കറക്റ്റ്. ഇത്രയും സാധനം തന്നെയാണ്. കുരുമുളക് ഉണ്ടോ? കുരുമുളക് ഇടും. പിന്നെ പട്ട ഇത്രയും സ്പൈസസ് കൂടി ചേർത്ത വെള്ളമാണ് ചേച്ചി ഡെയിലി കുടിക്കും. എത്ര ലിറ്റർ കുടിക്കും? ചിലപ്പോൾ 1 ലിറ്റർ. 1 ലിറ്റർ എന്തായാലും മിനിമം കുടിക്കും. 1 ലിറ്റർ കുടിച്ചാൽ ഇതുപോലെ ആകാം. അതെനിക്ക് അറിഞ്ഞൂടെ, അത് ഞാൻ കുടിക്കുന്നുണ്ട്. മിക്കവാറും ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടിട്ട് സാലഡ് പഠിച്ചില്ലെങ്കിലും ഈ ഉലുവ വെള്ളം നിങ്ങൾ പഠിക്കും. അപ്പോൾ ദാണ്ടെ നമ്മുടെ ബദാം ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇടാണ്. മതിയല്ലോ, ബാക്കി നമുക്ക് ഇനി ഈ പിസ്തയും കൂടെ ചെറുതായിട്ടൊന്ന് അടിച്ചേ. ഇതും കൂടെ കാഷ്നട്ടോട് അതിൻ്റെ കൂടെ ഇടാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കട്ട് പീസുകൾ ഒരേ ഷേപ്പ് വരാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് കേട്ടോ ഗൈസ്. ഓക്കെ,
അപ്പോൾ ആ പിസ്തയും കാഷ്യൂവും കൂടെ പൊടിച്ചതാണ്, അതുകൂടെ അപ്പം അതിൻ്റെ കൂടെ ഇടാം. മതിയല്ലോ, ഇത് മതിയോ ആപ്പിള്? ആ മതി. മറ്റേ റെഡ് ആപ്പിൾ കട്ട് ചെയ്തോ നീ? റെഡ്. സോ ഗ്രീൻ കഴിഞ്ഞു ഗൈസ്, ഇനി അടുത്ത റെഡാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമുക്ക് ഈ ജുവൽ ട്രോപ്പിക്കൽ ജുവൽ നമ്മൾ കാണുമ്പോൾ തന്നെ എല്ലാ കളേഴ്സും കൂടെ ചേർന്നാണ്. നാരങ്ങ. ഓക്കെ, നാരങ്ങ ഒഴിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ കശാപ്പ് ശാലയിൽ ഇറച്ചി ഫ്ലേവറിങ്ങിനായിട്ടുള്ള ഒന്ന് റെഡിയാക്കുക. അത് സെപ്പറേറ്റ് ഒരു ബൗളിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് ഹണിയൊക്കെ മിക്സ് ചെയ്ത് അതിലോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞെടുത്തു, നമ്മൾ ഹണി ആഡ് ചെയ്യാം. ഹലോ ഹായ്, ഹലോ, നമസ്കാരം. നമസ്തേ. എന്താ അവൻ എന്താ ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുക? ആപ്പിളാ? ആപ്പിളാണ്. ആപ്പിളാ? ആദ്യം കാണുമല്ലോ ആപ്പിളാ? വേണ്ട. എന്താ അതെന്താ മടൽ കൊടുത്തത്? എനിക്ക് അതെന്താ? മടലും- അവിടെ എനിക്ക് ആപ്പിൾ കൊടുത്തു, അത് മടൽ കൊടുത്തു. ഇത് മടലല്ല, ഇതിനകത്തുള്ള സാധനം തന്നെയാണ്. ദീപൻ അറിയാം എന്താണ് എങ്ങനെയാണ്. അപ്പൊ എന്തായാലും നന്നായി നടക്കട്ടെ കാര്യങ്ങള്. അപ്പൊ നിങ്ങളുടെ വിഭവം തയ്യാറായി വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും. താങ്ക് യു. ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങൾ അയൽവക്കത്തേക്ക് കഴിയാറായി. പോയിട്ട് വരാം. ശരി. All the best. അപ്പോൾ ദാണ്ട ഹണിയും നാരങ്ങ നീരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. Okay. ഇനി ഇതിലേക്ക് ഇച്ചിരി ചാട്ട് മസാല ആഡ് ചെയ്യണം. ഇനി അതും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ സെപ്പറേറ്റ് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു നല്ലത്. കാരണം അപ്പോൾ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ആഡ് ഓൺ ചെയ്യാം ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. ആ കരിക്കും കൂടെ, കരിക്ക് ഇച്ചിരി വലുതായിട്ട് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ശരിക്കും കരിക്ക് വേണ്ടത് കുറച്ചുകൂടെ കട്ടിയുള്ള കരിക്കായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് ഇതാ. പക്ഷെ നമ്മൾ ചെയ്യുമ്പം കുറച്ചുകൂടെ കട്ടിയുള്ള കരിക്കാണെങ്കിൽ അത് കഴിക്കുമ്പോൾ ആ ഒരു ക്രഞ്ചിനെസ്സും ആ കരിക്കിന്റെ ടേസ്റ്റും കുറച്ചുകൂടെ നല്ലതായിരിക്കും. വലുതാക്കി അല്ലേ? ആ, അപ്പോൾ ഇച്ചിരി വലുതാക്കി ഇട്ടോ. മല്ലിയില, കുറച്ച് മല്ലിയില ഇടാം. മിനിറ്റ്സ് ഒക്കെ ആയല്ലോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഹണി ചേർത്താം. അത് മറ്റേ ഹണി എല്ലാം ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മുടെ ഫ്ലേവറിങ്ങിനുള്ള മെയിൻ സാധനം നാരങ്ങ നീര്, ചാട്ട് മസാല, ഹണി, തേൻ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ പറയേണ്ട എടുത്ത് വരാം, ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ഷുഗർ ഒന്നും ഇല്ല, ചേർക്കുന്നില്ല. ഷുഗർ ചേർക്കുന്നില്ല, കളർ ചേർക്കുന്നില്ല, അല്ലെങ്കിൽ സാലഡ് ഡ്രസ്സിംഗ്, ക്രീംസ് ഇല്ല, സാലഡ് ഡ്രസ്സിംഗ് ഒന്നും ചേർക്കുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഇപ്പം പറഞ്ഞ ഹെർബ്സ് ആയിട്ടുള്ള ഈ ഹണി ലെമണും വെച്ച് നമ്മളിങ്ങനെ ഒരു സാലഡ് ഡ്രസ്സിംഗ് തയ്യാറാക്കിയിട്ടാണ് ഇതിനകത്ത് അത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സക്സസ് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ സെർവിംഗ് ബൗളിലേക്ക്. അപ്പോൾ അത് ഞാൻ ദീപനെ ഏൽപ്പിക്കാം. അങ്ങനെയാണ് ഡെക്കറേഷൻ പെർഫെക്റ്റ്. സാധാരണ സാലഡിലൊക്കെ നമ്മൾ സാലഡ് ഡ്രസ്സിംഗ് ഒക്കെ ചേർക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫീൽ കിട്ടുന്നത്. ഇപ്പോൾ നോക്കിയേ, നാച്ചുറലായിട്ട് ഹെർബ്സ് ഒക്കെ ആഡ് ചെയ്ത്. അപ്പോൾ ദാണ്ടെ ഞങ്ങളുടെ ട്രോപ്പിക്കൽ ജുവൽ സാലഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് റെഫ്രിജറേറ്ററിൽ വെക്കാം. അതിനുശേഷം എടുക്കാം. ഓക്കെ, ബൈ. ജുവൽ ബോക്സ് ഓൾറെഡി ഓപ്പൺ ആണ്. ജുവൽ ബോക്സ് എന്ന് പറയുമ്പോൾ ഞാൻ വേറെയൊക്കെ എക്സ്പെക്ട് ചെയ്തേ. അതാ സ്വർണ്ണമൊക്കെ കാണുമെന്ന് കുറെ കമ്മല്, ആമാട പെട്ടിയായിരിക്കും ഉദ്ദേശിച്ചത്.
കരിക്ക് ഉപയോഗിക്കണമെന്നുള്ള ആരുടെ ഐഡിയ ആയിരുന്നു? യമുനച്ചിട്ട് തന്നെ. മിണ്ടാതിക്കോ കേട്ടോ, ഇനി അത് ഫ്ലോപ്പായി പോയല്ലോ എന്ന് വെച്ചിട്ട്. ഇല്ല, ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഡ്രസ്സിങ്ങിന് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു ഹണി, ലൈം ജ്യൂസ്, ചാറ്റ് മസാല, വേറൊന്നുമില്ല. ടേസ്റ്റ് പിന്നെ കൊറിയാണ്ടർ ലീവ്സും മിന്റ് ലീവ്സും യൂസ് ചെയ്തിട്ടുണ്ട്, ഹെർബ്സ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ജുവൽ ബോക്സ് എന്ന് പറയുമ്പം ബേസിക്കലി ഒരു ജുവൽ പ്രസൻറ്റേഷൻ കൊടുത്താൽ നന്നായിരിക്കും. ജുവൽ ബോക്സ് റിച്ച് ഫീലിംഗ് ഉണ്ടാവണം, റോയൽ ഫീലിംഗ് ഉണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് റിച്ച് ഫീലിംഗ് ഉണ്ട്, ഇതിനകത്ത് റോയൽ ഫീലിംഗ് ഉണ്ടോ എന്നുള്ളത് ചോദ്യം ആണ്. അല്ലേ, ഒരു റോയൽനെസ് ഉണ്ടാവണം. ആ റോയൽനെസ് ആണ് ജുവൽ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ഓവർ പവർ ചെയ്യുന്ന സാധനങ്ങളായി കൊറിയാണ്ടർ ലീഫ് എന്നൊക്കെ പറയുന്നത്. അതൊന്നും ബേസിക്കലി ഒരു സാലഡിനകത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓരോരുത്തരെയും ടേസ്റ്റ് ബട്ട് ഡിഫറെൻ്റ് അല്ലേ. ജുവൽ ബോക്സ് എന്ന് പറയുമ്പോൾ ദ പ്രീമിയം ബോക്സ് അങ്ങനെ ആയിരിക്കണം. ബട്ട് ഇറ്റ് ഈസ് വെരി നൈസ്, കൊള്ളാം, ഡെലീഷ്യസ് ആണ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ജുവൽ ബോക്സ് എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യുന്നിടത്ത് മാത്രം ഒരു പോയിന്റ് താഴോട്ട് വന്നു എന്ന് മാത്രം. ബട്ട് എൻഡ് ഓഫ് അല്ലെ, ഞാൻ സംശയം, ഈ ജുവൽ ബോക്സ് നമ്മുടെ പ്രസന്റേഷനിലാണോ അതോ? ജുവൽ സാലഡ് എന്ന് പറയുമ്പോൾ ആ സാലഡ് കാണാനേ ജുവൽ പോലെ ഇരിക്കണം. മനസ്സിലായി. മനസ്സിലായില്ല, അല്ലാണ്ട് പഴകഞ്ഞി പോലെ ഇരുന്നിട്ട് കാര്യമില്ല. പ്രസന്റേഷനിൽ നമ്മൾ ഇതിപ്പോ എന്താ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഇത് നീ ഗാർണിഷ് ചെയ്ത് കൊണ്ട് വന്നാ ഓവറായി പോകുമെന്ന് വിചാരിക്കോ? അല്ല, എന്നാൽ അങ്ങനെയാണെങ്കിൽ ജുവൽ എന്ന് പേരിടാൻ പാടില്ല അല്ലേ. പിന്നെ ദ സാലഡ് ഇസ് ഗുഡ്, നൈസ് കേട്ടോ. താങ്ക് യു. ഓക്കെ. Milma presents Vira Food Celebrity Kitchen Magic Season 3 powered by അമൃതവേണി, KSFE, Bima Jewels, Pankaj Kasturi, Ortho Herb and Kerala Bank. അപ്പോൾ നമ്മള് 4 പേര് മത്സരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ട്, കാരണം 2 പേരുടെ റിസൾട്ടിന് വേണ്ടി നമ്മൾ ഇന്ന് കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോൾ 2 പേരുടെ പാചകം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിസൾട്ട് പറയാൻ പറ്റും. നമുക്ക് എല്ലാം കഴിഞ്ഞു, മാർക്ക് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. എങ്ങനെ നല്ല പ്രതീക്ഷയുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ. അവർക്ക് ഫസ്റ്റ് കിട്ടും, ഞങ്ങൾക്ക് സെക്കൻഡ് ആയിരിക്കും എന്ന് പറയുന്നത്. വേറെ ആർക്കൊക്കെ ഫസ്റ്റ് ആതിര, വിഷ്ണു സെക്കൻഡ്. സമ്മാനം ഉണ്ടോ? സെക്കൻഡ് വിളിച്ചൂടെ? എത്രയെന്ന് വെച്ചാൽ അവിടെ നിൽക്കും ഫസ്റ്റിന് വേണ്ടിട്ട്. സമ്മാനം ട്വിസ്റ്റാണ്, വിഷ്ണുവിന്റെ ടീഷർട്ടിൽ ട്വിസ്റ്റ്. ട്വിസ്റ്റ് കണ്ടില്ലേ? നെഞ്ചത്തും ട്വിസ്റ്റാ. അവർ വന്നോട്ടെ, അവരെ പോയിന്റ് പറഞ്ഞു കൊടുത്തേ. പറഞ്ഞു കൊടുക്കാം. സെക്കൻഡിന് പോയിന്റ് വേണ്ട. സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 ചരിത്രത്തിൽ ആദ്യമായി ഇതാ വിഷ്ണുവും നാദിറയും ഫസ്റ്റ്. അത് പറഞ്ഞില്ല. പക്ഷേ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക, ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഏറ്റവും ഒരുപാട് സമയം എടുത്ത് വളരെ സിമ്പിൾ ആക്കി ഉണ്ടാക്കിയ ഒരു സാലഡിന് അല്ല ആലോചിക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സമയം കൊണ്ട് ഏറ്റവും കുറഞ്ഞൊരു സംഭവം ചെയ്തുകൊണ്ട് ഏറ്റവും കുറവ് മാർക്ക് മേടിച്ചിരിക്കണം അവര്. അങ്ങനെ 6 പോയിന്റോട് കൂടി 4th പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് വേണമെന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി എന്തെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇല്ല വേണ്ട, താല്പര്യമില്ല. വെറുതെ നാണം കെട്ടു. എന്നാ പിന്നെ 3rd പൊസിഷൻ മൂലക്കുരുവാണോ? 4ാം സ്ഥാനം പറഞ്ഞു, അടുത്ത 3ാം സ്ഥാനം. ഓക്കെ. അനീഷയുടെ തന്നെ പറഞ്ഞു. നീ അവിടെ ഇരിക്കുന്നത് പുള്ളിക്ക് ഫസ്റ്റ് കിട്ടുമ്പോഴത്തേക്കും തുള്ളാനായിട്ടാ. 3rd പൊസിഷൻ പോയിന്റ് കൂടി 7 മാർക്കോട് കൂടി ബീന ആൻഡ് നവീൻ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു മാർക്കിന്റെ വ്യത്യാസം. ഞങ്ങള് എല്ലാവരും അറിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യങ്ങൾ പറയണ്ട, അത് വിളിക്കട്ടെ. 7 മാർക്കല്ലേ? 7 മാർക്കല്ലേ? ഈ ടീഷർട്ടാണോ? ഈ ടീഷർട്ട് വേണ്ട വേണ്ട. അല്ലല്ല, അല്ല ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റിന്റെ ഒക്കെ അതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിയട്ടെ. അപ്പൊ 3ാം സ്ഥാനം. ശരി 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 ശരി. താങ്ക് യു. കൈ വിളിച്ച് ഓടിക്കല്ലേ. ഞാനല്ല ഇതൊക്കെ, നളനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് പറയാനുണ്ട് കഴിഞ്ഞിട്ട്. എന്റെ കൈ പിടിച്ചു നോളൻ. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 9 മാർക്ക് നേടിയിരിക്കുന്നത് ക്രിസ് ആൻഡ് ദിവ്യ.
ആൻഡ് യമുന. യമൻ. ഇനിയിപ്പോ ഉറപ്പായിട്ടും വിജയി വന്നാൽ സമ്മാനം കൊടുത്താലും പറ്റും. തീർച്ചയായും. ഏ എവിടെ പോണു? അല്ല അവിടെ ഇരിക്ക്. 4ാം സ്ഥാനമല്ല വിളിച്ചത്, 1ാം സ്ഥാനമാണ് വിളിച്ചത്. ഫിറ ഫുഡ്സ് നിങ്ങൾക്ക് നാണമില്ല എപ്പോഴും മേടിക്കാനായിട്ട്. എപ്പോഴും ഫസ്റ്റ് മേടിക്കാൻ. അതെ, ഇടയ്ക്ക് ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ബിരിയാണി ഫിറ ഫുഡ്സിന്റെ സാധനം. ബിരിയാണി കിട്ടി അങ്ങനെ അപ്പോൾ എന്തായാലും ശരി തന്നെ, വളരെ നമ്മുടെ ഏറ്റവും മനോഹരമായ രീതിയിൽ സാലഡ് തയ്യാറാക്കിയ ഗ്രിൽഡ് വാട്ടർമെലൺ അല്ലേ? yeah. ക്രിസ് ആൻഡ് ദിവ്യ. ഫിറ ഫ്രൂട്ട്സ് നൽകുന്ന കൈ നിറയെ സമ്മാനങ്ങൾ. സന്തോഷമില്ലേ? കരയരുത്. അല്ല, അങ്ങനെ ചിന്തിക്കണ്ട. അതൊരു കാര്യമുണ്ട്. ആ പ്രൈസ് മേടിക്കേണ്ട കൃഷേട്ടനാ. ഈ എല്ലാ ഐറ്റം ഫസ്റ്റ് മേടിച്ചോണ്ട് വന്ന കൃഷേട്ടനാ. ദിവ്യ വെറുതെ കണ്ടോണ്ടിരുന്നു. ഇതാണ് അതുകൊണ്ട് കവർ മേടിക്കുന്ന ദിവ്യയും. അവര് അങ്ങനെ തന്നെ